ഹലോ ഗൈസ്, നമ്മളങ്ങനെ കൊല്ലം ജില്ലയിലെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിന്നും തിരിച്ച് തെങ്കാശിയിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ളൊരു സ്പോട്ട് കണ്ടപ്പം അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പൻപോളിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മുരുകൻ ക്ഷേത്രമാണ് തിരുമലൈ കോവിൽ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടല്ലോ. നല്ല നാടൻ ഗ്രാമപ്രദേശത്തൂടെയാണ് കേട്ടോ പോകുന്നത്. നമുക്കിപ്പോൾ ഇവിടുന്ന് തന്നെ മലമുകളിലിരിക്കുന്ന ആ ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. കേരളവുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന പശ്ചിമ മലനിരകളുടെ താഴ്വാരത്തുള്ള ഒരു മലമുകളിലാണ് ഈ തിരുമലൈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താഴെ എത്തിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇനി 2 വഴികളാണുള്ളത്. ഒന്ന് പടികൾ കയറി പോവുക, മറ്റൊന്ന് ഈ ഗോപുരം വഴി കന്ന റോഡ് നേരെ പ്രവേശന ഫീസൊക്കെ കൊടുത്തിട്ട് പോകുക എന്നുള്ളത്. പടി ഉണ്ടായിട്ട് പടിയില്ല പറഞ്ഞതിനെ പറ്റിച്ച കെട്ടുവിൻ്റെ വക ചെറിയൊരു പണി കിട്ടിയതാണ് സംഭവം. അതായത് ഈ റോഡ് വഴി മുകളിലേക്ക് പോകാൻ എന്നുള്ളത് എന്നോട് പറഞ്ഞില്ലായിരുന്നു. ഈ പടികൾ മാത്രമേ ഉള്ളൂ മുകളിലേക്ക് എത്താൻ പറഞ്ഞിരിക്കുന്നു. റോഡ് വഴി പോകുകയാണെങ്കിൽ പിന്നെ പടികളൊന്നും കയറേണ്ട, അതിലേ പോയാൽ മതി ഞാൻ പറയുന്നുള്ളതുകൊണ്ടാണ് കള്ളത്തരം പറഞ്ഞത്. ലാസ്റ്റ് അതിലേക്ക് വണ്ടികൾ പോകണം കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം പിടി കിട്ടിയത്. അങ്ങനെ ഈ പടികൾ കയറി തന്നെ മുകളിലേക്ക് പോകാമെന്ന് വെച്ചിട്ടോ. 625 പടികൾ കയറിയിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. വൈകുന്നേരം ആയതുകൊണ്ട് വെയിലില്ലാത്ത സമയമായതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കയറാനായിട്ട്. മുകളിലേക്ക് എത്തുന്തോറും ചുറ്റുമുള്ള കാഴ്ചകൾക്ക് ഭംഗി കൂടിക്കൂടി വരികയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പറയാനാണെങ്കിൽ ധാരാളം സിനിമ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് കേട്ടോ. എടുത്തു പറയേണ്ടതാണെങ്കിൽ നമ്മുടെ പുഷ്പ 1-ലെ ശ്രീവള്ളി സോങ്ങൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ൊരു ദൈവത്തെ കാണാൻ കണ്ണുള്ളവളെ കൺമുന്നിൽ ഞാൻ നിന്നിട്ടും അറിയുന്നില്ലല്ലേ. കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ. കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി മെയ്യിൽ കസ്തൂരി ഗന്ധമോ. ഇത്രയും പടികൾ ഇങ്ങനെ കയറി മുകളിലേക്ക് പോകുമ്പോൾ ഇടവിട്ട് ചില സ്ഥലങ്ങളിൽ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ അത് നല്ലതാണ്. അങ്ങനെ മുകളിലേക്ക് എത്തുമ്പോൾ അതേ സൈഡിലുള്ള പശ്ചിമഘട്ട മലനിരകളൊക്കെ നമുക്ക് ഇതുപോലെ കാണാം. ഭയങ്കര രസമുണ്ടല്ലേ. പിന്നെ അതിൽ നമുക്ക് ഏറ്റവും ടെൻഷൻ ആയത് നല്ല മഴക്കാറാണ്. എപ്പം മഴ കിട്ടുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. മുകളിലേക്ക് എത്തുന്തോറും നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. പ്രകൃതി ഭംഗി എന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത്രയും രസമാണ് കേട്ടോ. പിന്നെ ഇത്രയും പടിക്കെട്ടുകൾ കയറുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് കയറുകയാണെങ്കിൽ കുറച്ചൊക്കെ കാലിന് വേദന കുറയ്ക്കാമെന്നുള്ളതാണ്. ഇവിടെ കാണുന്ന ഈ റോഡിലൂടെയാണ് നമ്മൾ മറ്റേ ഗോപുരം വഴി വണ്ടിയിൽ പോവുകയാണെങ്കിൽ കടന്നു പോകുന്നത് കേട്ടോ. നമ്മൾ ഈ പടികൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടുന്ന് കാണാം. പാറകൾക്കിടയിലൂടെ മനോഹരമായിട്ട് വെട്ടിയൊരുക്കിയ ഒരു റോഡാണ്. അപ്പോൾ അതിലെ പോകുന്നതും വളരെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏതായാലും ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്കൊക്കെ എത്തി നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളാണ് കേട്ടോ കാണുന്നത്. അധികവും പച്ച വിരിച്ചിട്ടുള്ള പാടങ്ങളും പിന്നെ അങ്ങ് ദൂരെയായിട്ട് കുറേ കാറ്റാടി യന്ത്രങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്തി. ഇവിടെയാണ് കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ കയറി വരുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ ഗണപതിയുടെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓടുന്നത് ഈ സൈഡിലെ കാഴ്ചകളൊന്ന് കാണാനായിട്ടാണ്. കാരണം നമ്മൾ എന്തായാലും തൊഴുതിറങ്ങുമ്പോഴേക്കും രാത്രിയാവും, ചിലപ്പോൾ മഴ പെയ്യും. അപ്പോൾ ഇതിൻ്റെ ഭംഗി ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓടി വരാമെന്ന് കരുതി. അപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നിടത്താണ് താഴെ നിന്ന് വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ധാരാളം പേര് വണ്ടിയിൽ വന്ന് ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു കാഴ്ചയുടെ ഭംഗി ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ അറിയാം എന്ത് രസമാണെന്നുള്ളത്. ഭയങ്കര ഒരു പ്രത്യേക കാറ്റും കൂടെ വീശുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു മഴച്ചാറ്റിലൊക്കെ പൊടിയാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ ഏതായാലും പിന്നെ അമ്പലത്തിനുള്ളിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചു. ഈ ക്ഷേത്രം 15-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കിഴക്ക് ദർശനമായി നിൽക്കുന്ന മുരുകനാണ്. തിരുമലൈ മുരുകനെന്നും തിരുമലൈ കുമാരസ്വാമി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. അഗസ്ത്യമുനിക്ക് മുരുകൻ ദർശനം അരുളിയത് ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിട്ടോ. മറ്റുള്ള ക്ഷേത്രത്തിലെ പോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോഗ്രാഫി അലൗഡല്ല. ഇവിടെ തൊഴാനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 100 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്, 10 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്, അങ്ങനെ പല നിരക്കുകളുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വിഗ്രഹത്തിന് തൊട്ട് മുന്നിൽ നിന്ന് തൊഴാനൊക്കെ പറ്റും. നമ്മൾ സാധാ ഫ്രീ ദർശനമാണ് കേട്ടോ നടത്തിയത്. അപ്പോൾ ഒത്തിരി തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് ശരിക്കും കണ്ടു തൊഴാനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂജാ സമയം എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും പിന്നെ വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:15 വരെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് പായസം കിട്ടി. അപ്പോൾ ഇവിടുന്ന് താഴേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് തമിഴ്നാടൻ ഗ്രാമഭംഗി ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചും ഈ പടികൾ ഇറങ്ങി തന്നെ പോവുകയാണ്. അപ്പോഴത്തേക്കും നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മേലോട്ട് ലൈറ്റ് ഇട്ട് കാണാനായിട്ട് ഭയങ്കര രസമുണ്ട്.
മഴ ഇപ്പോൾ പെയ്യുന്നുള്ള അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് പോകുന്നു. പക്ഷേങ്കിൽ പകുതി വഴിക്ക് എത്തിയപ്പോൾ തന്നെ മഴ കിട്ടിയിട്ടോ. നമ്മൾ ഇന്ന് സ്റ്റേ തെങ്കാശിയിലാണ്. അപ്പോൾ തിരിച്ച് തെങ്കാശിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭയങ്കര മഴ കൂടിയപ്പോൾ റോഡ് സൈഡിലൊരു കടയിൽ കയറുന്ന രാത്രിത്തെ ഫുഡ് കഴിക്കാൻ നിർത്തി അവിടെ നിന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ മെനുവിൽ നല്ല വെറൈറ്റി കുറേ ഷവർമ്മകൾ കണ്ടു കേട്ടോ. പക്ഷേ ഷവർമ്മ ഒന്നും വാങ്ങാൻ നിന്നില്ല. നല്ല മഴയത്തൊരു ചൂട് കോഫി കുടിക്കാൻ കരുതി. പിന്നെ വേറൊരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കണ്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കരുതി കേട്ടോ. മാംഗോ പനക്കോട്ട എന്ന് പറഞ്ഞൊരു ഐറ്റം. അത് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത പൊടി ഇഡലിയും ചമ്മന്തിയും സാമ്പാറൊക്കെ വന്നത്. അങ്ങനെ അത് കഴിച്ച് തിരിച്ച് അവിടെ നിന്ന് പോരാൻ നേരത്ത് ഞാൻ ആ ക്യൂട്ടായിട്ടുള്ള ഫോട്ടോയും കൂടെ എടുത്തിട്ടോ, മാംഗോ പനക്കോട്ടയുടെ. അങ്ങനെ അത് ഞാൻ കഴുകി എടുത്ത് കൊണ്ടുവരികയാണ്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് പിന്നെ അവിടെ വെച്ചിട്ട് വരാൻ തോന്നിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മഴയാണെങ്കിൽ നമ്മൾ തിരിച്ച് തെങ്കാശിയിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിന് സപ്പോർട്ടാക്കാനും മറക്കല്ലേ. ഓക്കെ, ബൈ.